നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ലോകത്ത് വേറെ ആരെയാണെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷേ ആ കുടുംബത്തിലേക്ക് നീ പോവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. സന്ദീപിനെ ഇഷ്ടമാണെങ്കിൽ അവൻ വന്ന് വിളിച്ചാൽ ഞാൻ അവന്റെ കൂടെ പോകും. അങ്ങനെ നീ പോകുന്നെങ്കിൽ ഈ അനൂപിന്റെ ശവത്തിൽ ചവിട്ടിയായിരിക്കും. നിന്നെ എന്തു പറഞ്ഞ് സമാധാനപ്പെടുത്തേണ്ടതെന്നൊന്നും ചേച്ചിക്ക് അറിയില്ല. നീ വലിയൊരു തെറ്റ് ചെയ്തെന്നും ഞാൻ പറയുന്നില്ല. ഒരാളോട് ഇഷ്ടാവുക, അയാളോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നുക, ഇതൊക്കെ നിന്റെ പ്രായത്തിലെ ഒരു സാധാരണ കാര്യ. പക്ഷേ അതിനെ അസാധാരണമാക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് നമ്മുടെ സ്നേഹം പങ്കുപറ്റാനുള്ള യോഗ്യതയുണ്ടോ എന്നുള്ളിടത്താ. നീ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നീയും സന്ദീപും തമ്മിൽ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല ഇതുവരെ. എന്നിട്ടും ഈ വീട്ടിൽ ഇത്രയും പ്രശ്നമുണ്ടായി. ഇനി നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങിയാൽ തന്നെ അനുവേൺ ഇതിന് സമ്മതിക്കില്ല. അത് മറ്റാരെക്കാളും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ സന്ദീപിനെ മറക്കണമായിരിക്കും. ഈ വീട്ടില് അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തി ഒന്നും എന്നെ മനസ്സിലാക്കാത്തതില് എനിക്ക് വിഷമമില്ല. ചേച്ചി കൂടി ഇങ്ങനെ പറയുന്നത് സഹിക്കാൻ അല്പം പ്രയാസമാ. ഞാനൊരാളെ സ്നേഹിക്കുന്നതാണോ അതോ അത് സന്ദീപായതാണോ ഇവിടുത്തെ വിഷയം? ചേച്ചി നേരത്തെ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. പക്ഷെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഹൃദയം കൊടുത്ത് സ്നേഹിച്ച ആളാ സന്ദീപ്. കൂടെ നിന്നില്ലെങ്കിലും വേണ്ട, സന്ദീപിനെ മറക്കാൻ മാത്രം പറയരുത്. ശരി, ഞാൻ കൂടെ നിൽക്കാം. പക്ഷേ നീ എനിക്ക് ഉറപ്പ് തരണം സന്ദീപിന് നിന്നെ ഇഷ്ടമാണെന്ന്. നീ പറയുന്ന ഇഷ്ടം ആഗ്രഹങ്ങളും ഒക്കെ സന്ദീപിനും ഉണ്ടോ നിന്നോട്? നിനക്ക് പോലും ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് ഞാൻ ഇങ്ങനെയാ നിന്നെ സഹായിക്കുന്നത്. ഓർമ്മകളിൽ മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല മോളെ. ഇപ്പൊ നിനക്ക് സന്തോഷം തരുന്ന ഓർമ്മകൾ നാളെ ഒരു സമയം നിനക്ക് പൊള്ളലാവും. ഒരിക്കലും ഉണങ്ങാത്ത പൊള്ളല്. സന്ദീപ് അല്ലേ ഇവിടുത്തെ വിഷയം. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നതിൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാവും. അത് പക്ഷേ നിന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം ആവണമെന്ന് മാത്രം. നീ പറയുന്ന ആത്മാർത്ഥത സന്ദീപിനുണ്ടോന്ന് എങ്ങനെ അറിയാനാ? എനിക്കൊന്നും അറിയില്ല ചേച്ചി. എനിക്കവനെ ഇഷ്ടമാ, ഭയങ്കര ഇഷ്ടമാ. അത്രയ്ക്കും ഞാൻ അവനോട് അടുത്തുപോയി. മോളെ, നീ കരയണ്ട. ചേച്ചിക്ക് നിന്നെ മനസ്സിലാവും. അർഹതയില്ലാത്തതിന് കരഞ്ഞിട്ടോ ഇല്ലാത്ത സ്നേഹത്തിന് യാചിച്ചിട്ടോ കാര്യമില്ല മോളെ. ഇല്ല, ഞാൻ ഈ ഒരു കാര്യത്തിന് എനിക്കറിയില്ല എന്ന് തീരുമാനിച്ചതാ. എനിക്ക് സന്ദീപിനെ ഇഷ്ടമാ, അവനും എന്നെ ഇഷ്ടമാ. എനിക്കറിയാം. നിനക്ക് സന്ദീപിനെ ഇഷ്ടമാണെന്നുള്ളത് യാഥാർത്ഥ്യം, അവന് നിന്നെ ഇഷ്ടമാണെന്നുള്ളത് വിശ്വാസം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അനുയോജ്യമായ സ്ഥാനത്ത് മാത്രമേ നമ്മുടെ സാന്നിധ്യം അറിയിക്കാവൂ. അവഗണിക്കപ്പെടുന്നിടത്തുനിന്ന് എപ്പോഴും മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. നിന്നെ ഇങ്ങനെ
ഒരവസ്ഥ ഞാൻ കാണുന്ന ആദ്യേട്ടാ. ചേച്ചിക്കറിയാവുന്ന ആതിര ഇങ്ങനൊന്നും അല്ലായിരുന്നു. കേവലം ഒരാളുടെ അസാന്നിധ്യത്തിൽ തകരാനും മാത്രം ദുർബലയല്ല നീ എന്ന് എന്റെ വിശ്വാസം. സ്വന്തമായി നിലപാടുകളില്ലാതെ തീരുമാനങ്ങൾ എടുക്കാതെ ജീവിച്ച ആളാ നിന്റെ ചേച്ചി. പക്ഷേ ഇപ്പൊ പലതും ബോധ്യമാവുന്നുണ്ട്. നല്ലൊരു ജീവിതം, നല്ലൊരു കുടുംബം, ഇതൊക്കെ പറഞ്ഞ് എന്റെ കാര്യത്തിൽ എല്ലാവരും ഊറ്റം കൊള്ളുമ്പോഴും സങ്കടങ്ങളെല്ലാം ഒരു ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ച് ഇരുട്ടിൽ തപ്പുന്ന ഒരു അർച്ചനയുണ്ട്. എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു അർച്ചന. നിന്റെ സ്നേഹം നിനക്ക് തന്നെ ബോധ്യമാവണമെന്നുള്ളതാ പ്രധാനം. ആ ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഈ ചേച്ചിയുണ്ട് നിന്റെ കൂടെ. സന്ദീപിന്റെ അസാന്നിധ്യം നിനക്ക് കണ്ണീരായി മാറുന്ന പോലെ അവനും അങ്ങനെയാണെങ്കിൽ മാത്രം ചേച്ചിയെ കൊണ്ടാവുന്ന വിധം ഞാൻ സഹായിക്കാം. പക്ഷെ ഒന്നുകൂടി ഞാൻ പറയാം, സന്ദീപിന് ഇതൊരു നേരം പോക്കിനുള്ള തമാശ മാത്രമാണെങ്കിൽ നീ ഇതിന്ന് പിന്മാറണം. സമ്മതാണോ നിനക്ക്? സമ്മതം. സന്ദീപിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ പിന്നല്ല ചേച്ചി പറയുന്ന പോലെ. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. നീ കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ് അവൻ പറയുന്നതെങ്കിൽ നീ തകർന്നു പോകരുത്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു വേദനയാ, പ്രത്യേകിച്ചും സ്നേഹത്തിന്റെ കാര്യത്തില്. നിന്റെ സ്നേഹം ആർക്കും ഒരു വേദനയാവരുത്. എന്റെ അബദ്ധങ്ങളൊന്നും നിന്നിലേക്ക് വരാതിരിക്കാനാ ഞാനിതൊക്കെ പറയുന്നത്. ചേച്ചി, സന്ദീപിനെ നിനക്ക് കിട്ടുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. അറിയാവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇഷ്ടം, വിവാഹം, ഇതിനേക്കാളൊക്കെ വലുത് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാ. നീ സ്വപ്നങ്ങൾ കാണേണ്ടത് മറ്റുള്ളവരുടെ ചെലവിലാവരുത്. പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോൾ നീ പറയുന്നതൊക്കെ കേൾക്കാൻ എല്ലാവരും ഉണ്ടാവും. നിന്റെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവും. ഈ പ്രായത്തിനിടയ്ക്ക് ചേച്ചി പഠിച്ച വലിയൊരു പാഠം അത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.